അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ നിന്ന് കാശ്മീരിൽ ശ്രീനഗറിൽ നമുക്കൊരു പോസ്റ്റ് കിട്ടി. അപ്പോൾ അവിടെയാണ് ഇന്നലെ നിന്നല്ലേ നമ്മൾ ഇന്നലെ കൗസ് ഓഫ് ഇവിടെ നമുക്ക് ലാസ്റ്റ് ഇടത്ത് താമസമാണ് നമ്മൾ ജസ്റ്റ് ഇട്ടത്. നമുക്ക് ആ ഒരു പുള്ളി കൂടെ വീട്ടിലോട്ട് വന്നാന്ന് പറഞ്ഞു. 9:00 പുള്ളി വീട്ടിലോട്ട് വന്നാന്ന് പറഞ്ഞു. ഞങ്ങൾ ടെൻ്റ് അടിക്കണം പുറത്താന്ന് പറഞ്ഞു. ടെൻ്റ് അടിക്കുന്ന സ്പോട്ട് തരാമെന്ന് പറഞ്ഞു. പക്ഷെ അത് ഇനി ഇവിടെ വന്നു പറഞ്ഞു നിങ്ങൾ നോക്കട്ടെ എന്താ എനിക്ക് അകത്ത് കിടന്നാന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു കിടൽ സ്ഥലം കിടക്കാനൊക്കെ അടിപൊളി ഇവിടെ. അതെ, ഒരു 6 വീടാണ്, 3-4 വീടാണ്. അപ്പോൾ അതിനകത്താണ് നമ്മൾ ഇന്നലെ കിടന്നുറങ്ങിയിട്ട്. ഇത് കണ്ടില്ലേ, ഇതിവിടെ ഇങ്ങനെ ഒരു വിസിറ്റ് ഏരിയ ആണ്. ഇവിടെ നടന്നത്. ഇന്നലെ വൈകിട്ട് നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു. വൈകിട്ടൊക്കെ ചപ്പാത്തി ഉണ്ടായിരുന്നു, പിന്നെ ഓംലേറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഒരു ചട്നിയുണ്ട്. എന്താണ് അതൊരു ചീരയുടെ എന്തൊരു സംഭവം അടിപൊളിയാണ്. ഇത് രാവിലെ നമുക്ക് ചായ, കാശ്മീരി റൊട്ടി അതിൻ്റെ ഒപ്പം അല്ലേ, പൊളി. പിന്നെ നമ്മളോട് കിടക്കണം ഇതിനകത്ത് കിടന്നോളാം. ഇതിനകത്ത് 2 പേര് ബെഡുണ്ട്. ഇവിടെ കിടന്നോളാം. എനിക്ക് ഇത് തന്നെ ഭയങ്കര ധാരാളം. കാരണം ഇത് കണ്ടില്ല, ഇത് അടിപൊളിയാണ്. ഫുള്ള് ഒരു മെത്ത പോലെ സംഭവമാണ്. പിന്നെ എന്നെ വീടിന്റെ പുറം ഞങ്ങൾ കാണിച്ചത്. വീടിന്റെ പുറത്ത് അടിപൊളിയാണ്. ആപ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആപ്പിളാണ് എന്താ സാധനം, എന്ത് സബ്ജക്റ്റാണ് ആപ്പിൾ ചോദിച്ചോ. 2 പേരുണ്ടോ നമുക്ക് കണ്ടിട്ട് വരാം. അത് കഴിഞ്ഞ് നമ്മളിവിടെ നേരെ നമ്മുടെ വണ്ടിയുടെ ടയറൊക്കെ തീർന്നായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഇവിടുന്ന് ഗുൽമാർഗ് പോകണം. അപ്പോൾ ഇതാട്ടോ നമ്മൾ ഇന്നലെ നിന്ന വീട്. ഇതുണ്ടല്ലേ, അടിപൊളിയാണ്. ട്രഡീഷണൽ ആയിട്ട് അതിൻ്റെ കാശ്മീർ സ്റ്റൈലിലാണ് വീട്. പൊളിയാണ്. ഇത് കണ്ടല്ലേ, ഇനി ഇവിടെ തെലുങ്ക് സൈസത്തെ പ്ലം ഒക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ, ഇതിപ്പം പച്ചയാണ്, പഴുത്താൽ നമുക്ക് തിന്നാറുന്നു. അടിപൊളിയാണ്. ഇവിടെ ഒരു സൈസ് നോർമൽ പ്ലം ആണ്. പിന്നെ ഇവിടുത്തെ നമ്മൾ ആപ്പിൾ പോലത്തെ നമ്മുടെ സബർ ജില്ലയില്ലേ, സബർ ജില്ലയാണെന്ന് തോന്നുന്നു ഇത് ശരിക്കും. ഉണ്ടല്ലേ, ഇതുമേല് ഉണ്ടായിട്ടുണ്ട്. ആപ്പിള് ഇപ്പോൾ ഉണ്ടാകുന്ന കാച്ചു തുടങ്ങിയിട്ടുള്ളൂ. നമുക്ക് എല്ലായിടത്തും കാണുവാണെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ ഇവിടുത്തെ ആളെ നമുക്ക് പരിചയപ്പെടാനായിട്ട് പയ്യെ രാവിലെ തന്നെ എനിക്ക് പോയി. അപ്പോൾ നമുക്ക് തിരിച്ചിങ്ങോട്ട് തന്നെ വരുവാണെങ്കിൽ നമുക്ക് എന്തായാലും പരിചയപ്പെടാം. അപ്പോൾ നമുക്കിത് ടയർ മൊത്തം വെട്ടി തന്നെയല്ലടാ, കണ്ടില്ലേ. വണ്ടിയുടെ ടയർ നൂല് എളിഞ്ഞിട്ടുണ്ട്. കാണിച്ചു തരാം. ഇവിടെ അല്ല, ബാക്കിലാണ്. അത് തന്നെ ഇതുണ്ടല്ലേ, ടയർ ഫുള്ള് നൂല് എളിഞ്ഞേക്കുവാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഒരു സൈഡിൽ ലഗേജ് കൂടുതലായിരുന്നല്ലേ. ഈ സൈഡ് നല്ല ലഗേജ് കൂടുതലാണ്, വെയിറ്റ് കൂടുതലായിട്ട് ഈ സൈഡ് ഭയങ്കര തേയാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ എന്തായാലും ടയർ പോയല്ലെന്ന് ഓർത്തിരുന്നു. പിന്നെ നമ്മൾ ഇവിടുന്ന് വെയിറ്റ് മാറ്റി അപ്പർ സൈഡിലേക്ക് കിട്ടും. അപ്പുറം അതുപോലെ തന്നെ ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേനും ഈ സൈഡും ഏകദേശം കുറച്ചങ്ങ് തേഞ്ഞു. പിന്നെ ഒരു നൂലും സംഭവം വെടിക്കെട്ട് കയറുന്ന ബാക്കിലെ ടയറിൻ്റെ. ഞങ്ങൾ ശരിക്കും ഈ ടയറും കൊണ്ട് ശരിക്കും ഇവിടുന്ന് തിരിച്ച് രാജസ്ഥാനിൽ തിരിച്ച് ഒരു മഹാരാഷ്ട്ര എന്തായാലും കഴിഞ്ഞാൽ എന്തായാലും ഈസി ആയിട്ട് കിട്ടിയ ഈ ടയർ സാധനമാണ്. ഒട്ടും പോയി സൈഡ് തീർന്നല്ല, ഇത് ഇത്ര കിടക്കുമോ ഇതുപോലെ ഇരിക്കുമോ. ഇതുകൊണ്ട് 12,000 കിലോമീറ്റർ ഓടിയില്ല വണ്ടി. 12,000 കഴിയാറായി. അത്ര ഓടിയങ്ങനെ. ഈ ടയർ നമുക്ക് നല്ല രീതിക്ക് ഫണ്ടിറങ്ങും. കാരണം പറഞ്ഞാൽ ഇനിയിപ്പോൾ അതിൽ പൂർ ടയർ മേടിക്കാൻ നോക്കാം. സീറ്റിൻ്റെ എല്ലാം ടയർ വെയിറ്റ് കയറുമ്പോൾ എന്തായാലും ഇനിയും ഇതുപോലെ തന്നെയല്ലേ വെയിറ്റ്. അപ്പം ഒരു സൈഡ് പിന്നെയും അതുപോലെ തന്നെ തീരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സീറ്റിൻ്റെ ടയർ എടുത്തിട്ട് MRP കിട്ടി കഴിഞ്ഞാൽ വേഗം തീർന്നു പോകും. അത് പൈസയും പോക്കാം. നമ്മൾ ഒത്തിരി സ്പീഡിലൊന്നും ഓടിക്കാനുള്ളത് നമുക്ക് അത്ര പിടുത്തം വെയിറ്റ് ഉള്ളതുകൊണ്ട് എന്തായാലും പിടിച്ചോളും വണ്ടി റൂട്ടിൽ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് സോജിൽ അങ്ങോട്ടോ കയറണമെങ്കിൽ ടയറായിട്ട് എല്ലാം മാറ്റാണ്ട് കയറാൻ പറ്റില്ല. കാരണം ടയർ 100 വന്നില്ല ഓൾറെഡി. ഇനിയിപ്പോൾ മാറ്റാണ്ട് രക്ഷയില്ല. അപ്പോൾ ഇവിടെ നേരെ നമ്മളൊരു ടയറുടെ പോയി ടയർ മാറ്റിയിട്ട് അതിന് ശേഷമായിരിക്കും ഗുൽമർഗിലോട്ട് പോകണം. അന്നേരം ഗുൽമർഗ് നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂറുള്ളൂ ഒരു 1 സൈഡ്. അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരം തന്നെ തിരിച്ചിറങ്ങി പറ്റുവാണെങ്കിൽ ദാലിലേക്ക് കൂടെ നമുക്ക് ചെന്ന് നോക്കിയിട്ട് അതന്നെ നോക്കും. അല്ലെങ്കിൽ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ ദാലിലേക്കിൻ്റെ അവിടെ എവിടെയും നേരെ ഇങ്ങോട്ട് വന്നോളാനെ ഇങ്ങനെ എങ്ങും പോകണ്ട, നേരെ ഇങ്ങോട്ട് വന്നേക്കാനാ ബൈ പറഞ്ഞേക്കാൻ നേരത്തെ. ദാലിലേക്കിൻ്റെ അവിടെ ഞങ്ങൾക്ക് ഒരു ദിവസം അതിൻ്റെ അവിടെ ഞങ്ങൾ പറഞ്ഞില്ല ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കിടക്കണമെന്നുണ്ടായിരുന്നു. നോക്കട്ടെ പറ്റുവാണെങ്കിൽ ഇവിടെ കണ്ടില്ല. ഇത് കണ്ടില്ല, ഇതൊക്കെ സവോളയാണ്. ഇതൊക്കെ ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നതാണ്. കണ്ടില്ലേ, അടിപൊളി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തെറിക്കാം. നമ്മളിത് വണ്ടി ടയറൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോളോ ടയറിലിട്ടേക്കണേ. സീറ്റിൻ്റെ ടയർ നമ്മൾ നോക്കിയത് സീറ്റിനേക്കാളും കുറച്ചുകൂടെ കിലോമീറ്റർ കിട്ടുമെന്ന് പറഞ്ഞു. നമ്മൾ അപ്പോളോ തന്നെ എടുത്തിട്ടു. 3000 രൂപ കേട്ടോ റേറ്റ്. 3000 രൂപ ടയറിന്. ഇത് ഇതുപോലെ തന്നെ മഴപ്പല വെട്ടിത്തെയും. കാരണം ലഗേജ് ഉറപ്പാണ്. ലഗേജ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് പോവാം. അല്ലാണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാനൊന്നുമില്ല. അങ്ങനെ ടയറിന് ഒരു 3000 രൂപ അങ്ങ് പൊട്ടിപ്പോയി. അപ്രതീക്ഷിതമായിട്ട് പൈസ പോയില്ലേ. ഇനിയിപ്പോൾ നേരെ ഇവിടെ നിന്ന് ഇനി ഗുൽമർഗ് പിടിക്കാൻ പോകാം. പക്ഷേ ഇത്ര പെട്ടെന്ന് പറഞ്ഞു പെട്ടിരിക്കണം. അതുകൊണ്ട് ഉള്ളടത്ത് തെറിക്കാൻ ഇവിടെ നിന്ന്.
അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ ഗുൽമർഗ് അല്ലേ? പൊളിയല്ലേ ഇവിടെ നിന്നുള്ള വ്യൂ? ഇവിടുന്ന് മഞ്ഞൂടെ ഉണ്ട്, അടിപൊളിയായിരുന്നു. നമ്മളെല്ലായിടത്തും വരുമ്പോൾ ഇച്ചിരി ലേറ്റ് ആവും. നമ്മളിപ്പോ എത്തിയേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സീസണും തീർന്നുള്ള സമയത്ത് എത്തിയാണ്. ഇവിടെയൊക്കെ ആ മഞ്ഞ് മൂടി കിടന്നിട്ട് ഇതിന്റെ മുകളിൽ കൂടെ മറ്റേ സാധനമൊക്കെ ഷൂ പോലത്തെ സാധനം കിട്ടിട്ട് ആ സാധനം കിട്ടുകൊണ്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ അടിച്ചല്ലി വീഴാനുള്ളതാണ് നമ്മൾ വന്നിട്ട്. പക്ഷെ നമ്മൾ വരുമ്പം നമുക്ക് എന്തോ ഗതികേട്ടാന്ന് തോന്നുന്നു. എവിടെ ചെന്നാലും ഇത് തന്നെയാ, എവിടെ പെട്ട് പരിപാടി ഇതാ പരിപാടി. ഇപ്പത്തെ ഫുള്ള് മഞ്ഞെല്ലാം ഇറങ്ങിയിട്ട് എല്ലായിടത്തും തന്നെ പൂക്കളൊക്കെ ആയിട്ട് അടിപൊളിയല്ലേ? പിന്നെ എവിടെ ആ മുകളിൽ കാണാൻ പറ്റുന്നുണ്ടോ മണ്ടയ്ക്കൊക്കെ ഫുള്ള് ഇതുണ്ട്, മഞ്ഞല്ലേ? ഇങ്ങോട്ടൊക്കെ ഉണ്ട്. അതിങ്ങനെ കുറച്ച് അവിടെ ഇവിടെ കിടക്കണ പോലെ എന്തോ. പിന്നെ നമുക്ക് ഇവിടെ മറ്റേ കുതിര സഫാരി നമ്മൾ കുറെ കാണിച്ചു തന്ന പോലത്തെ കുതിര സഫാരി കിട്ടും. കുതിരയല്ലേ ശരിക്കും മറ്റേ കോർക്ക് മത്സ്യം പോലെ. ഇവിടെ അത് മാത്രമേ ഉള്ളൂ. കാരണം ഈ മഞ്ഞില്ലാത്തതുകൊണ്ട് ഇപ്പൊ ആ കുതിര സഫാരിക്ക് എന്തായാലും വന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും കാണാമല്ലോ. പ്രത്യേകിച്ച് അങ്ങ് ടൗണിന്റെ അവിടെ നമ്മള് അവിടുന്ന് ഈ നടുക്കോടതി ഉണ്ടോ, ഇതിലൂടെ ഇങ്ങനെ കയറി അങ്ങ് അപ്പുറം വരെ പോയി തിരിച്ചത് തന്നെ ഇവിടെ കൊണ്ടുവിടും. അത് തന്നെ അല്ലേ? രക്ഷയില്ലോട്ടോ. ഇന്ന് തിരക്കുണ്ട് കേട്ടോ. ഒരു ഈ കുതിര സവാരിക്ക് കുട്ടിക്കത്തെ തിരക്കാണ്. ദൂരം കുതിരകളാന്ന് പറയാം ഇവിടെ. കുതിരയുടെ കളി ഇവിടെ. അതാണ്. പിന്നെ കുതിര പോലെ ഇത് താഴത്തെ 2 വ്യൂ പോയിന്റ് ഉണ്ടാവും. നമ്മളത് തിരിച്ചിറങ്ങുമ്പോൾ നിർത്താനുള്ള രീതിയിലായിരിക്കണം. നമ്മളിപ്പോ അങ്ങോട്ട് കയറാന്ന് ഓർത്തിട്ട് അവിടുന്ന് ഒരു ബുഡ എന്ന് പറഞ്ഞ സ്ഥലം, ബൂട്ട ആ സ്ഥലത്തേക്ക് ഉണ്ടായിരുന്നു. അവിടുന്ന് പെർമിഷൻ എടുക്കും, ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ പെർമിഷൻ എടുക്കുകയും ചെയ്യണം. അങ്ങനെ മാത്രമാണ് അവിടെ കൊടുത്താണ് പാസ് എടുക്കാൻ പറ്റുള്ളൂ. അവിടെ നമ്മൾ കയറിയില്ല. നമ്മൾ തിരിച്ചു പോകുന്നു. അവിടെ കാണാന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പൊ മഞ്ഞൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു സീനറി കണ്ടങ്ങ് പോവാം വണ്ടി ഓടിച്ച്. പിന്നെ ഈ നോർത്തേക്ക് ഇവിടെ ഫുള്ള് മഞ്ഞ് വീണ് കിടക്കുമല്ലേ? പൊളിയായിരിക്കും അല്ലേ? ഇപ്പൊ മഞ്ഞില്ലാത്തതുകൊണ്ട് ഒന്നും പറയാനില്ല. നമ്മളെവിടെ ചെന്നാലും ഇത് തന്നെ. അതെ. പിന്നെ ഇത് ശരിക്കും ഒരു ക്യാമ്പിംഗ് സ്പോട്ടാണ്. ഒത്തിരി പേര് ഒന്ന് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പിക്നിക് സ്പോട്ട് ഒന്നും ഇല്ല. പിള്ളേരെ കൊണ്ട് വരിക, അവിടെ ഫുഡ് ഉണ്ടാക്കുക, ഫുഡ് വെച്ച് ഇവിടെ വെച്ച് തന്നെ കഴിക്കുക. പിന്നെ അങ്ങനെയുള്ള പരിപാടികളെല്ലാം നടക്കുന്നുണ്ട്. ആ സൈഡിലൊക്കെ കുറെ ക്യാമ്പിങ് 4 ടെന്റൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ ടെന്റും അല്ലാതെ ടെന്റ് അടിക്കുന്ന സാധനങ്ങളൊക്കെ, റൂമല്ല അവിടെ, ഇത് ടെന്റ് അടിക്കുന്ന സ്പോട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ, ഇവിടെ നിന്നാണ് എല്ലാവരും തന്നെ കുതിരേനൊക്കെ എടുത്തോണ്ട് പോണേ. പിന്നെ ഈ കാണാനാണ് ഗുൽമർഗ് ടൗൺ. നമ്മൾ ഇതേ വഴിയാണ് ഇറങ്ങി വന്ന വഴി. അപ്പം ഇവിടെ ഫുൾ ഇപ്പോൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് ഭയങ്കര ക്രൗഡാണ്, തിരക്കാണ്. ശരിക്കും ഓൾമോസ്റ്റ് തീരാറായി. കാരണം ഇവിടെ മഞ്ഞുള്ളപ്പോഴാണ് സ്കീയിങ് ആണ് ഇവിടുത്തെ മെയിൻ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ നമുക്ക് ഈ താഴെ ചെന്നിട്ട് 2 വ്യൂ പോയിന്റ് കാര്യങ്ങളുണ്ട്. കേരള. അപ്പോൾ ഇത് ഇവിടെ നിന്നാണ് നമ്മൾ പറഞ്ഞ വ്യൂ കിട്ടോ. എന്നാലേ പൊളിയല്ലേ? പുള്ളി വ്യൂ. ഇത് ഇത് നമുക്ക് മറ്റേ ക്രിക്കറ്റ് ബാൻ ഉണ്ടാക്കുന്ന സംഭവം ഉണ്ടോ? അല്ല, ഇത് പൈന വേറെ സാധനം. വിൻഡോട്ട് വേറെ ആണ്. നമ്മുടെ സ്വിറ്റ്സർലാൻഡ് അല്ലേ? സ്വിറ്റ്സർലാൻഡിന്റെ ആ ഒരു വ്യൂ ആണ്. എന്നെ രസമല്ലേ? ഫുള്ള് വൈൻ റൈസേ. നമ്മൾ ആ കയറി വന്നു കഴിഞ്ഞപ്പം ഇത് അവിടെ കഴിഞ്ഞപ്പോഴാണ് ഈ സാധനം കാണാൻ തുടങ്ങി. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടെ. വാൻ വിളിച്ചു സ്ഥലം. രക്ഷയില്ല. എനിക്ക് മേളിലേക്കാളും കൂടുതൽ വ്യൂ എന്തായാലും ഇവിടെയാണ് കൂടുതൽ. കാരണം മേളിൽ നമുക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും പ്രത്യേകിച്ച് അങ്ങനെ ആ ഒരു പച്ചപ്പും കാര്യങ്ങളും. പക്ഷെ ഇവിടെ ആ ഈ പൈൻമരങ്ങൾ വന്നിട്ട് ഭയങ്കര ലുക്കല്ലേ? ഭയങ്കര ഭംഗിയാണ് ഉണ്ടല്ലേ? രക്ഷയില്ല. പിന്നെ ഫുള്ള് മിലിറ്ററി വണ്ടികളായിട്ട് ഇറങ്ങി പോണേ. കുറേയൊക്കെ മലയാളീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലരൊക്കെ നമുക്ക് ഹായ് കാണിക്കും. ഇതാണ് മലയാളിയായിരിക്കും. ഇപ്പം ഇന്നലെ നമ്മളൊരു തമിഴ്നാടുകാരൻ ഒരു പുള്ളിനെ കണ്ടായിരുന്നു. നമ്മൾ ഒത്തിരി മലയാളികളുണ്ട്. ഒത്തിരി നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി പേര് ഇവിടെ തന്നെ. നമുക്ക് പകുതി എടുത്ത് ഇന്ന് നമ്മൾ 2 മലയാളികളെ കാണാൻ പോകുന്നുണ്ട്. നമ്മൾ അടുത്തുനിന്ന് K2K വന്നാണ്. അപ്പോൾ നമ്മൾ അവരുടെ അടുത്തേക്ക് ഒന്ന് പോയിട്ട് പറ്റുവാണെങ്കിൽ താലിലേക്കും പോകുന്നോർത്താണ് ഇരിക്കണേ. ഇതിൻ്റെ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഇത് പണി കിട്ടി. ഞങ്ങളുടെ ചുണ്ടൊക്കെ ഭയങ്കരമായിട്ടും പൊട്ടി. മറ്റേ ചൂട് കാരണമൊക്കെ ഞങ്ങളൊക്കെ ചൂട് നടപ്പിലേക്ക് കയറിയിട്ടും സീനായി. പക്ഷെ ഒരു കണക്കിന് ഈ കാലാവസ്ഥയാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മൾ ആ ഒരു ഒഴുങ്ങുമാണ് ഇങ്ങനെ നടക്കില്ല. കാരണം നമുക്ക് വെള്ളം കുടിക്കാന്നുണ്ട് തന്നെ നമ്മൾ അത്ര വെള്ളം കുടിക്കുന്നുണ്ട്. എന്നിട്ടും ഞങ്ങൾക്ക് സീനാണ്. കാരണം ഞങ്ങൾ എന്നാ പറയണേ, ചൂട് കാരണം നാട്ടിലൊന്നും കണ്ടിട്ട് പോലില്ല. അപ്പോൾ ചൂടാണ്. ഇനി ഇത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി താഴത്തിട്ടില്ലെങ്കിൽ ഇതിന്റെ പീക്ക് ടൈമാണ്. രാജസ്ഥാനൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മളെ ഇടയ്ക്ക് വെച്ച് രാജസ്ഥാനിൽ നിന്ന് 2 പേരെ കണ്ടായിരുന്നു കേട്ടോ. അവരുടെ കൈയൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ. പിന്നെ ഈ ജാക്കറ്റിന്റെ ഉണ്ടല്ലോ, ഈ പുറകിൽ ഇതൊക്കെ ഇത് ശരിക്കും ബ്ലാക്ക് ആണ്. ഈ കളർ മാറിപ്പോയി വെയിലടിച്ചിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല മറ്റേ കാശ്മീരിൽ നിന്ന് കാശ്മീരല്ലോ അവർ ലേലഡാക്ക് പോയിട്ട് തിരിച്ചു വന്നില്ലേ? അവർ രാജസ്ഥാനിൽ വെച്ച് അവരുടെ കൈ ഫുള്ളിങ്ങനെ മറ്റേ പുള്ളി ഓരോ മറ്റേ കുരുവൊക്കെ വന്നു തുടങ്ങിയായിരുന്നു കയ്യിൽ. അവരെങ്ങനെയല്ലോ നാട്ടിലെത്താന്നുള്ള സ്കീമായിരുന്നു അവസാനം. ഇത് പറയണവൻ അത്ര സുഖം എന്നുള്ള പരിപാടിയാണ്. സുഖം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാഴ്ചയൊക്കെ കാണുമ്പോൾ സുഖമുണ്ട്. അത് വന്ന വരെ നമുക്ക് ഭയങ്കര പാടാ കേട്ടോ. ഇപ്പം എല്ലാവരും ഭയങ്കര അടിപൊളി. എങ്ങനെയാണ് നമ്മുടെ കേരളം തന്നെ സ്വർഗ്ഗമാണ്. പിന്നെ ഈ ഒരു സ്വർഗ്ഗം കാണണം, അങ്ങനെയല്ല എന്നല്ല പറഞ്ഞേ. പക്ഷെ എന്നാലും ഒത്തിരി പാടുകളുണ്ട്, യാത്രകളിലെ ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് നമ്മളിപ്പോൾ വണ്ടിയുടെ ടയർ, വണ്ടി വഴിയിൽ ബ്രേക്ക് ഡൗൺ. ഇപ്പം നമ്മളിപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ നേരത്തെ നാട്ടിൽ നിന്ന് വന്ന ഫവാസ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. അവൻ നമ്മൾ സ്കൂട്ടറിന് അവന് വൈഫായിട്ടാണ് വന്നത്. അവർ കാശ്മീരിൽ നിന്ന് ഇപ്പം ഡൽഹി വന്നിട്ട് നേരെ ആഗ്ര പിടിക്കുന്ന വഴിക്ക് ചൂട് കാരണം വണ്ടി സ്കൂട്ടറാണ് ചേതക്കനാണ് വന്നത്. അതിന് ടയർ പൊട്ടിത്തെറിച്ചു.
ടയർ കുത്തിരിച്ച് വണ്ടി ആക്സിഡന്റ് ആയി. അവർ രണ്ടുപേരും ഇപ്പം ആഗ്രയിൽ എവിടെ റൂം എടുക്കുവാണ്. ഇപ്പോൾ വണ്ടി ഇരിയാക്കിയിട്ട് അവർ പോകാന്നുള്ളതാണ് ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇവിടെ വരുമ്പോഴത്തേനും ഒത്തിരി വയറിനൊക്കെ സീൻ കിട്ടും. നമ്മളിനിയിപ്പം നമ്മുടെ ഇപ്പം രണ്ടുപേര് കേറ്റൊക്കെ വന്നിട്ടുണ്ട്. അവരിപ്പോൾ നമ്മുടെ ശ്രീനഗറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവരെ കണ്ട് അവരോട് ചിലപ്പോൾ വൈകുന്നേരം ഒരു ദാലിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ ദാലിലേക്ക് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ നമ്മൾ മാറ്റി വെച്ച് നമ്മൾ ദാലിലേക്ക് പരിപാടിയാണ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ അവിടെ റൂം എടുക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ച് നമ്മുടെ ബയ്യ എടുത്തോട്ട് വന്നിട്ട് നമ്മളെന്താ റൂം എടുക്കാൻ അല്ലെങ്കിൽ കാരണം പൈസ നമുക്ക് അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു 10 കിലോമീറ്റർ ഉള്ള ബയ്യ എടുത്ത് പോയി കിടന്നാൽ നമുക്ക് അവിടെയാണ് ഏറ്റവും സുഖം. അടിപൊളിയായിട്ട് എടുക്കാം. കാരണം ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല പൈസ ആണ് എല്ലാവരും. 12,500 റേറ്റ്. നേരത്തേക്കാണ് ഒരു 400-500 രൂപയ്ക്കൊക്കെ നമുക്ക് റൂം കിട്ടിയാൽ ഇപ്പം അത്രയും കിട്ടാൻ പാടാണ്. കാരണം ആ ഒരു ലേക്കിൻ്റെ അകത്ത് തന്നെ കിടക്കണം എന്നൊരു താല്പര്യം കൊണ്ടാട്ടോ നമ്മൾ ആ പൈസ കൊടുത്ത്. അല്ലെങ്കിൽ നമ്മൾ റൂമൊന്നും എടുക്കാറില്ല. പക്ഷെ അത്ര ബഡ്ജറ്റ് ഞങ്ങൾക്ക് പൊട്ടത്തില്ല. കാരണം ഇപ്പോൾ ടയർ മാറിക്കൊണ്ട് തന്നെ പൈസ കൂട്ടിപ്പോയി. കാരണം നമ്മൾ പ്രതീക്ഷയില്ല, നമ്മളിപ്പോഴല്ല പ്രതീക്ഷ. നമ്മൾ ഒരു രാജസ്ഥാനൊക്കെ എത്തുമ്പോഴത്തേനും മാറാന്നൊക്കെ ഓർത്തിരുന്നാണ്. ഇനി ഓടിയാനാ ടയർ ഒരു സൈഡ് തീർന്ന് നൂല് കളിഞ്ഞിട്ടല്ലേ ഞങ്ങൾ അതും കൂടെ ഓടിച്ചാനാട്ടോ. പിന്നെ ഇപ്പം മാറിയിട്ട് പോയില്ലെങ്കിൽ ലേ ലഡാക്ക് നമുക്ക് കയറുമ്പോൾ ഭയങ്കര സീൻ കിട്ടും. ഒരു രക്ഷയില്ല. കാരണം സോജില പാസ് ക്രോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് സെക്കൻഡ് ടഫസ്റ്റ് റോഡാണ്. പണി കിട്ടുന്ന ഉറപ്പായിട്ട് പണി കിട്ടും. അല്ല കല്ല് കയറി അടിച്ച് നിലത്ത് വീഴും. മാത്രമല്ല ഇനിയാണ് ഞങ്ങൾക്ക് ടാസ്ക്. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെയിറ്റ് ഒരു സൈഡിൽ കൂടുതലാണ്. ഇനി വെയിറ്റ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്ത് 500 കിലോമീറ്റർ ഇപ്പുറത്തേക്കാക്കാം അപ്പുറത്തേക്കാക്കാം. അപ്പോൾ രണ്ടും ഒരേപോലെ തീരുമെന്നൊരു പ്രതീക്ഷ ആയിരിക്കും. തീരുമാനം അഡ്ജസ്റ്റ് ചെയ്യുക, അതാണ്, വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പം നമ്മൾ ഗുൽമർഗിൽ നിന്ന് പോവാണ്. ഇനിയിപ്പോൾ ഇവിടുത്തെ വ്യൂ ഒന്നുകൂടെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. താഴെ അവിടെ ആയിട്ടില്ല ശ്രീനഗർ, ആ ഒരു ഭാഗത്തായിട്ട് ഇവിടുന്ന് ഒരു 55-60 കിലോമീറ്റർ അടുത്ത് ശ്രീനഗർക്കുണ്ട്. ഇനി ഇവിടെ നിറച്ച് മറ്റേ കുഞ്ഞു വീടുകൾ പൊളിയാണ്. മഞ്ഞുകാലത്ത് വന്ന മോനെ പുള്ളി വ്യൂ ആട്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കിത് ഇനി ഇവിടുന്ന് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഈ ഭയ്യാണ് നമ്മൾ. ഭയ്യ ആപ്കാ നാം? मोहम्मद आरिफ गनाई। कहाँ से है? डिस्ट्रिक्ट बडगाम कानिमा गुलमर्ग रोड। कैसा है ये जगह, कैसा है? बहुत अच्छा है। अभी मौसम कैसा है? अभी तो मौसम गर्म का मौसम है। हाँ हाँ, बहुत अच्छा मौसम है. അപ്പോൾ ശരിക്കും നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കുന്ന ചോറാണ്. അപ്പം നമ്മളെല്ലാ ഹോട്ടലിൽ നിന്ന് ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ചോറ് മാത്രമേ ഉള്ളൂ അല്ലേ? റൈസ് മാത്രമേ ഉള്ളൂ. റൈസിന് 80 രൂപ അല്ലേ? റൈസിന് 100. പിന്നെ അതിന്റെ എക്സ്ട്രാ നമ്മൾ ഓരോ ദാൽ അങ്ങനെ മേടിക്കണ എല്ലാത്തിനും വേറെ കറി. ये राइस कश्मीरी റൈസ്. अपना जमीन का। അച്ഛാ. അപ്പം എല്ലായിടത്തും നമുക്ക് റൈസിന് പറഞ്ഞത് 100 രൂപയാണ്. പിന്നെ എക്സ്ട്രാ ഡാലിനൊക്കെ 80 രൂപ. എന്ത് മേടിച്ചാലും പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ പൈസ എല്ലാം കണ്ടുകൊണ്ട് നമുക്ക് പയ്യ ഇന്ന് എന്തൊക്കെ കറി എന്നൊക്കെ നോക്കി. ചോറുണ്ട്, ചോറിൻ്റെ ഒപ്പം സാലഡ്, ഒരു സവോള വേറെ സംഭവമാണ്. അതിൻ്റെ ഒപ്പം ഇപ്പം കറി ഉണ്ടല്ലേ, സാലഡ് ഉണ്ട്, ഒരു സവോള ഉണ്ട്, അതിൻ്റെ ഒപ്പം ചിക്കൻ്റെ ഗ്രേവി നമുക്ക് തന്നു കേട്ടോ. അപ്പോൾ എല്ലായിടത്തും കമ്പയർ ചെയ്യുകയാണെങ്കിൽ റേറ്റ് ഇവിടെ തീരെ കുറവാണ് അല്ലേ? അപ്പോൾ നമ്മൾ ശരിക്കും ഗുൽമർഗിൽ നിന്ന് ശ്രീനഗർ വന്ന വഴിക്കുള്ളൊരു സൈഡിലുള്ളൊരു ഹോട്ടലാണ്.